ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അങ്കോള ബോട്സ്വാന ദ്വിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കം. അങ്കോള പ്രസിഡന്റ് ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീമതി മുർമു അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷത്തിലും പങ്കെടുക്കും. തുടർന്ന് ശ്രീമതി മുർമു ബോട്സ്വാനയിലേക്ക് തിരിക്കും. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഭാരതമാതാവിനോടുള്ള ആരാധനയും ആദരവും സ്ഫുരിക്കുന്ന വന്ദേമാതരം വാക്കുകൾക്ക് അതീതമായ അനുഭവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യമെമ്പാടും നടന്ന ആഘോഷ പരിപാടികളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ദേമാതരം ആലപിച്ചു. സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ആകാശവാണി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വന്ദേമാതരം ആലപിച്ചു. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ യാത്രാസമയം 2 മണിക്കൂറിലേറെ ലാഭിക്കാനാകും. നാളെ രാവിലെ 8-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഉദ്ഘാടന സർവീസ് വൈകുന്നേരം 5:50-ന് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. 8 കോച്ചുകളാണ് ട്രെയിനിലുള്ളത്. കേരളത്തിന് അനുവദിച്ച 3ാമത്തെയും കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെയും വന്ദേ ഭാരത് സർവീസാണിത്. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. ജുമൈറ മെസ്സില്ല ബീച്ച് ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകി. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ തെരുവുനായകൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. തെരുവുനായകളെ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് ഈ മാസം 17 മുതൽ വീണ്ടും അവസരം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 6 ലക്ഷത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹരായവർക്ക് തരം മാറ്റി നൽകിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു. സൈനിക് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 6-9 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ ജനുവരി 18-നാണ്. ആകാശവാണി സംഗീത സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന പരിപാടി വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വൈകുന്നേരം 5:45-ന് ആരംഭിക്കും. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 24 നഗരങ്ങളിലാണ് സംഗീത സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സൌരാഷ്ട്ര മത്സരം നാളെ. തിരുവനന്തപുരത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്കാണ് മത്സരം. ഓസ്ട്രേലിയയിൽ നടക്കുന്ന പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-ന് മത്സരം ആരംഭിക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2-1-ന് ഇന്ത്യ മുന്നിലാണ്. 57ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയിൽ വിജയികളാകുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സമ്മാനത്തുകയും അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തുവച്ചിരിക്കുന്ന നെല്ല് വരുന്ന ചൊവ്വാഴ്ച മുതൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് സംഭരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി GR അനിൽ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥരുമായും കർഷകരുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റ് പ്രതികളായ മുരാരി ബാബുവിനെ 10 ദിവസത്തേക്കും സുധീഷ് കുമാറിനെ 12 ദിവസത്തേക്കും കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.